വിശദമായി കടക്കുമ്പോൾ എറണാകുളത്ത് മരത്തിൽ കയറി തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണി. ഹൌസിംഗ് ബോർഡിലെ പിരിച്ചുവിടപ്പെട്ട കരാർ തൊഴിലാളിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. റിലേ സത്യാഗ്രഹ സമരത്തിന് ഇടയിലാണ് പള്ളുരുത്തി സ്വദേശി സൂരജ് മരത്തിൽ കയറിയത്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, എന്താണ് നിലവിലത്തെ സാഹചര്യം? ഈ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ? ആര്യ, ഇവിടെ ഫയർഫോഴ്സും പോലീസ് സംഘങ്ങളും എത്തിയിട്ടുണ്ട്. ഈ സൂരജിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ സൂരജ് ഈ ഒരു പ്രതികാര നടപടിയിൽ പരിഹാരം ഉണ്ടാകുന്നതുവരെ, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ താഴെ ഇറങ്ങില്ല, അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനും ഫയർഫോഴ്സിനും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി, അതായത് ഭവന നിർമ്മാണ ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസമായിയാണ് ഇവിടെ ഒരു റിലേ സത്യാഗ്രഹം സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 12 ജീവനക്കാരാണ്. ഈ 12 ജീവനക്കാരും ഏകദേശം ഒരു 5-10 വർഷങ്ങളായി അവരിവിടെ ജോലി ചെയ്യുകയാണ്. ഇവരുടെ ദിവസവേതനം 300 രൂപ മാത്രമാണ്. അപ്പോൾ ഇവർ കുറച്ച് നാളുകളായി ഈ ഒരു വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെയൊക്കെ കാണാൻ തുടങ്ങി. ഈ ബോർഡിലെ ചെയർമാനെ അടക്കം ഇവർ പലതവണ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്നാണ് നവകേരള സദസ്സിൽ ഇവർ ഒരു പരാതി കൈമാറിയത്, ഇത്തരത്തിൽ തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ നവകേരള സദസ്സിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയതാണ് ഇത്തരത്തിൽ ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു പ്രകോപനത്തിന് കാരണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഈ ചെയർമാനും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവരാണ് തങ്ങളെ ഈ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് കടന്നതെന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. എന്തായാലും ചെയർമാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുമായുള്ള സംസാരം ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ചേച്ചി, എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്? ഞങ്ങള് നവകേരള സദസ്സിൽ ശമ്പള വർധനവിന് വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവര് തന്ന മറുപടി, ഞങ്ങൾക്ക് അതിന് മാത്രം ഇതില്ല, വരുമാനമില്ല, എള്ള തൊഴിലാളികളെ പിരിച്ചുവിടാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് മറുപടി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടെ മാനേജിംഗ് കമ്മിറ്റി കുറെ നാളായിട്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു മാനേജിംഗ് കമ്മിറ്റി തയ്യാറാക്കുകയും പിന്നീട് ഞങ്ങളെ പിരിച്ചുവിടൽ നോട്ടീസ് തരികയാണ് ചെയ്തത്. എല്ലാവർക്കും 12 പേർക്കും തന്നു. അപ്പോൾ ഈ വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പരാതിയിലൊന്നും ഇതുവരേക്കും നടപടി ഉണ്ടായില്ല? നടപടി ഉണ്ടായുമില്ല, ഞങ്ങളെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഈ ചെയർമാൻ എന്താണ് പറയുന്നത്? ചെയർമാൻ പറഞ്ഞതൊന്നും നമുക്കറിയില്ല, അത് അവരോടല്ലേ, ബോർഡുകാരോടല്ലേ പറയാം. ഈ ബോർഡുകാരുടെ ഒരു പ്രതികാര നടപടിയായി തന്നെയാണോ നിങ്ങളെ ഇത്തരത്തിൽ പിരിച്ചുവിടുന്നത്? നവകേരള സദസ്സിൽ പരാതി നൽകിയതിന്റെ ഭാഗമായി അങ്ങനെ വേണമല്ലോ അനുമാനിക്കാൻ. നമ്മൾ പരാതി കൊടുത്തതിന്റെ ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിടുതൽ നോട്ടീസ് തരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത്. ഈ സൂരജ് ഇപ്പോൾ ഒരു ആത്മഹത്യാ ഭീഷണിയുമായി നിൽക്കുകയാണല്ലോ, അതെന്താണ് പെട്ടെന്ന് അത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണിക്ക് പിന്നിൽ എന്താണ് കാരണം? നമ്മള് ജോലിയിൽ തിരിച്ചു കയറണമെന്ന് പറഞ്ഞിട്ട് 8 ദിവസത്തോളം നമ്മൾ നിരാഹാര സമരത്തിലായിരുന്നു. അപ്പോ അവന് ഇന്നലെയൊക്കെ അവന് കുറച്ച് ഇതുണ്ടായിരുന്നു, മാനസികമായിട്ട് ഇത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ വണ്ടിയുടെ മുമ്പിൽ ചാടാൻ പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരത്തേക്ക് കണ്ടില്ലായിരുന്നു അവനെ, പെട്ടെന്നാണ് കണ്ടത്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. സൂരജിന്റെ കുടുംബം സാമ്പത്തികമായൊക്കെ വലിയ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അതിനെ പറ്റിയൊക്കെ അറിയോ? അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ആര്യ, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 8 ദിവസമായി ഇവരുടെ ഒരു നിരാഹാര സമരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യം 300 രൂപ മാത്രമാണ് ഇവരുടെ ദിവസവേതനം, അത് വർദ്ധിപ്പിക്കണം. ഒപ്പം ഇവരുടെ സ്വകാര്യ ഏജൻസി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ 1 വർഷമായതേ ഉള്ളൂ അത് മാറ്റി ഇത് സർക്കാരിന്റെ കീഴിൽ തന്നെ ആക്കിയത്. ഈ സ്വകാര്യ ഏജൻസി ആയിരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള ESI അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇവർക്ക് ആനുകൂല്യം
ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഒപ്പം വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ പോലും യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. തുടർന്നാണ് ഇവർ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എറണാകുളം ജില്ലയിൽ എത്തിയപ്പോൾ അവിടെ പരാതി നൽകിയത്. ഈ പരാതി നൽകിയതാണ് ചെയർമാനെയും ഒപ്പം തന്നെ ബോർഡ് അംഗങ്ങളെയും പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും അതിനുള്ള നോട്ടീസ് അയക്കുകയും ചെയ്തത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇവർ നടത്തിക്കൊണ്ടിരുന്നു. 8 ദിവസമായി ഇവർ റിലേ സത്യാഗ്രഹം നടത്തുകയാണ്. ഈ മരത്തിന് മുകളിൽ ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരിക്കുന്ന സൂരജ് ആയിക്കോട്ടെ, ഇവരൊക്കെ ദിവസവേതനത്തിൽ 300 രൂപ തൊഴിലിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യം അവരുടെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി, അതും ഈ നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിന്റെ പ്രതികാര നടപടിയായി ഇത്തരത്തിൽ ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ബോർഡ് നീങ്ങിയത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ സൂരജിന്റെ മാനസികാവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നപ്പോൾ അത് താങ്ങാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും സൂരജിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ഒരു നീക്കം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൂരജ് ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ താഴേക്ക് ഇറങ്ങില്ല എന്നുള്ളൊരു രീതിയിലേക്കും കൂടി നിൽക്കുകയാണ്. എന്തായാലും ചെയർമാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും സൂരജിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സൂരജിന് ഐക്യദാർഢ്യവുമായി തന്നെയാണ് ബാക്കിയുള്ള 11 ജീവനക്കാരും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിൽ, അതായത് ഈ ഒരു പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കാണണം, പിരിച്ചുവിട്ട തങ്ങളുടെ നടപടി പിൻവലിച്ച് തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണം, ഒപ്പം ജോലിയിലേക്ക് തിരിച്ചു കയറ്റണം എന്നീ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആര്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്താണ് മരത്തിൽ കയറി തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണി. പ്രതികാര നടപടി എന്ന വേണം ഹൌസിംഗ് ബോർഡിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ കരാർ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നതും അതിലൊരു തൊഴിലാളി മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും. എന്തായാലും അദ്ദേഹത്തെ അനുനയിപ്പിച്ച് താഴെയിറക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സും പോലീസും മറ്റുദ്യോഗസ്ഥരും. സംസ്ഥാനത്ത് ഇന്നും കടൽക്ഷോഭത്തിന് സാധ്യത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ കടലാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്തെ വിവിധ തീരദേശ മേഖലകളിൽ വീടുകളിൽ നിന്ന് വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. അപകടത്തിൽപ്പെട്ട 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 5 തെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. മറിഞ്ഞ വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയി. തൃശൂർ പെരിഞ്ഞനത്ത് കടൽക്ഷോഭത്തിലുണ്ടായ നാശനഷ്ടം പരിഹരിക്കുന്നതിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. 45 ലക്ഷം രൂപ വില വരുന്ന വല കടൽക്ഷോഭത്തിൽ നശിച്ചതായും 3 വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മുതലാണ് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടാൻ തുടങ്ങിയത്. അത് മാത്രമല്ല, ഒരു മഴയോ മറ്റു കാറോ കോളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കടൽക്ഷോഭം ആരംഭിച്ചതെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1:30 ശക്തമായ തിരമാലകൾ വരികയും പിന്നീട് അത് തീരപ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറുകയുമായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പലയിടങ്ങളിലും മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ ഈ ഗവേഷണം നടത്തുന്ന ആളുകൾ, പഠനം നടത്തുന്ന ആളുകൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് രൂപപ്പെട്ട കാറ്റ്, ശക്തമായ കാറ്റാണ് ഏകദേശം 5000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നെത്തി പടിഞ്ഞാറൻ മേഖലയായ കേരളത്തിന്റെ തീരങ്ങളിൽ ഈ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒക്കെ ടെട്രോപോഡുകളൊക്കെയും ഈ മണ്ണ് പോയതിനെ തുടർന്ന് വലിച്ച് കടൽ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളുള്ളത് വേലി ഇറക്ക സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തിരമാലകളുടെ ശക്തി അല്ലെങ്കിൽ കടൽ കയറുന്നതിന്റെ ശക്തി അല്പം കുറവുണ്ട്. പക്ഷേ നമ്മൾ ആ തിരമാലകൾ പരിശോധിച്ചാൽ കാണാം, ഏകദേശം ഇന്നലെയൊക്കെ 1 മീറ്റർ ഹൈറ്റിലാണ് തിരമാലകൾ കയറി വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോഴും ആ മടക്ക്, തിരമാലകളുടെ വേവ്സിന് അതിശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇത് വേലി ഇറക്ക സമയമാണ്. ഇന്നലെ ഈ ഭാഗത്ത്, അതായത് ഈ കാക്കാഴം ഭാഗത്ത് വീട് നഷ്ടപ്പെട്ട ഹൈർനിസയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താ സംഭവിച്ചത്? എന്തായിരുന്നു? ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ഞാനിവിടെ വന്ന്
വന്നപ്പോഴത്തേക്ക് പെരയുടെ ഒരു ഭാഗത്ത് നിരപ്പുള്ള ഒരു വരി കല്ലിടിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി 2:15 കിഴക്കാലെ പെണ്ണ് വന്നേച്ചും പറഞ്ഞ് വീട് വീണെന്നും പറഞ്ഞ് വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മൊത്തം പുറന്നോട്ട് വീണ് കിടക്കുന്നു. ഇപ്പൊ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി ഹൈറുനിസയുടെ വീടിന്റെ വൈദ്യുതി വിച്ഛേദിക്കുന്നതാണ്. കറണ്ട് കണക്ഷൻ അടക്കം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ വീടുകളൊക്കെ പലയിടങ്ങളിലും വീഴാറായി നിൽക്കുന്നുണ്ട്. തുറവൂർ ഭാഗത്തേക്ക് ഏകദേശം 100 കണക്കിന് വീടുകളാണ് ഇത്തരം പ്രതിസന്ധിയെ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ എസ്റ്റേറ്റ് ലയത്തിൽ വീണ്ടും തീപിടുത്തം. നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിലെ ലയങ്ങൾക്കാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ലയങ്ങളിലെ താമസക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. 10ഓളം വീടുകളാണ് ലയത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തിടെ 4ാം തവണയാണ് തോട്ടമേഖലയിൽ ലയങ്ങൾക്ക് തീ പടരുന്നത്. കോതമംഗലത്ത് തങ്കളം കാക്കനാട് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോട്ടപ്പടി സ്വദേശികളായ അഭിരാമൻ, ആൽബിൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിക്ക് പിന്നിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം തകർന്നു. പണി പൂർത്തിയാകാത്ത തങ്കളം കാക്കനാട് 4-വരി പാതയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. കാസർഗോഡ് ഒടയംചാലിലെ നാരായണന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിറം മാറ്റം ആശങ്കപ്പെടുത്തുന്നു. എണ്ണ കലർന്ന രീതിയിലുള്ള വെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാസർഗോഡ് കോടോം ബേളൂർ പഞ്ചായത്തിലെ ഒടയംചാലിൽ താമസിക്കുന്ന നാരായണന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് നിറമാറ്റം തുടങ്ങിയത് ഡിസംബർ അവസാനത്തോടെയാണ്. 16 വർഷത്തെ പഴക്കമുണ്ട് ഈ കിണറിന്. ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്നും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വീട്ടുകാർ പറയുന്നു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോട്ടലിൽ നിന്നും മലിനജലം കിണറിലെ വെള്ളത്തിൽ കലരുന്നതാവാമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. AFC ഒരു ഓഫീസിലൂടെ തുടങ്ങിയത്, ഹോട്ടലിലൂടെ തുടങ്ങിയതിന് ശേഷമാണ് ഈ വെള്ളം ഇങ്ങനെ ആകാൻ തുടങ്ങിയത്. ഡിസംബർ കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് കുടിക്കുന്നത്. വെള്ളം തിളക്കുമ്പോൾ ഈ ടാങ്ക് കളിപ്പിച്ച് ഇത് ആക്കുന്നില്ല, അതുപോലെ ആണ് വെള്ളം. പിന്നെ നമ്മൾ കോരിയിട്ട് വെച്ചിട്ടാകുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു സൈസ് സാമ്പാർ പൊടി ഇട്ട മാതിരി പിന്നെ ഒരു ഊറി കൂടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരവസ്ഥ ഒന്ന് നനക്കാനും കുളിക്കാനും ഒന്നും കഴിയാ വെള്ളത്തിൽ. എണ്ണ കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ദേഹമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും മുഖം കഴുകിയാൽ പുകച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും നാരായണൻ പറയുന്നു. അറിയുമ്പോൾ തന്നെ കുടിക്കാൻ പറ്റുന്നില്ല, ഈ മണം വായിൽ വെക്കുമ്പോൾ എന്തോ ഉരുന്തെന്ന്, പിന്നെ ഈ കളറുമല്ലേ, തുണി വരെ ഇറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആദ്യം ഹെൽത്തിൻ്റെ അവർ വന്നിട്ട് നോക്കിയിട്ട് ഇതെല്ലാം പറഞ്ഞ് കുടിക്കണ്ടായിരുന്നു, കുടിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ കുടിക്കലില്ല. പിന്നെ രണ്ടാമത് വന്നവർ ഓരോരോ വിഷയം പറയും. അത് അങ്ങനെ പിന്നെ വികസനം ഉണ്ടാകുമ്പോൾ ഉണ്ടാവും. സമീപ വീടുകളിലെ കിണറിൽ നിന്നും എടുക്കുന്ന വെള്ളമാണ് നിലവിൽ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്. കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കാലം ഇങ്ങനെ തുടരുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടിയാണ്. തിരികെ എത്തുമ്പോൾ കാസർഗോഡ് വലിയപറമ്പ് പഞ്ചായത്തിലെ ചതുപ്പ് ജലാശയമായ ആവിയെ സംരക്ഷിച്ച് നാടിന് പ്രയോജനപ്പെടുത്തുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. നാശത്തിന്റെ വക്കിലെത്തിയ വലിയപറമ്പ് ചേറ്റാവി സംരക്ഷിക്കുമെന്ന് 3 വർഷങ്ങൾക്ക് മുമ്പാണ് പഞ്ചായത്ത് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയത്. ചേറ്റാവി, തടുക്കുന്നാവി, കൊത്തിമുറിച്ചാവി എന്നിവയായിരുന്നു വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രധാന ആവികൾ. തടാക സമാനമായ ഇത്തരം 3 ജലാശയങ്ങളിൽ ഒന്നു മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ശുദ്ധജല മത്സ്യങ്ങളുടെയും ചതുപ്പ് പക്ഷികളുടെയും ആവാസ കേന്ദ്രങ്ങളായ ആവി സംരക്ഷിക്കാൻ 2021 പഞ്ചായത്ത് നടപടി ആരംഭിച്ചിരുന്നു. കയ്യേറ്റം തടയാനായി അതിർത്തി നിശ്ചയിച്ച് കുറ്റിയടിച്ചതല്ലാതെ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിനെ കൂടെ നമുക്ക് ചുറ്റുപാടും കെട്ടി സംരക്ഷിച്ചിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം, നല്ല ചെറിയ റോഡാക്കാം, എല്ലാ സൗകര്യവും പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറയുന്നുണ്ട്, പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും പറയുന്നുണ്ട്. ഇതെല്ലാം ഇത് ചളിയെടുത്തിട്ട് ഇതിൻ്റെ ശുദ്ധജലാക്കാൻ ഒരു വിഭാഗം പറഞ്ഞു കുറേ കാലം മുമ്പേ. പിന്നെ പറഞ്ഞു ഇതിൻ്റെ ഈ
മത്സ്യം വളർത്തി കേന്ദ്രമാക്കാൻ പറഞ്ഞു. ഇങ്ങനെ പല ആൾക്കാരും പലതും പറഞ്ഞുകൊണ്ട് പോകും, പക്ഷെ ഒന്നും ഇതുവരെ പ്രായോഗികമായിട്ടില്ല. അസഹനീയമായ ദുർഗന്ധമാണ് സമീപവാസികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രധാന പ്രശ്നം. മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടരാനും ആവി പ്രധാന കാരണമാണെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വിനോദസഞ്ചാര കേന്ദ്രം, മീൻ വളർത്തു കേന്ദ്രം, നീന്തൽ പരിശീലന കേന്ദ്രം തുടങ്ങി നിരവധി ആശയങ്ങൾ അധികൃതർ തന്നെ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഒന്നുപോലും സാധ്യമായില്ല. അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്ന ആവിയിൽ നിന്നും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാനെങ്കിലും അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത്. ന്യൂസ് 18 വലിയ പറമ്പ. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജോയ്സ് ജോർജിനെതിരെ DN കുര്യാക്കോസ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ എന്ത് സംഭവിക്കാനാണെന്നും CV വർഗീസ് പരിഹസിച്ചു. ഹൈറേഞ്ചിലെ ചൂട് വർദ്ധിക്കുകയാണ്, അന്തരീക്ഷോഷ്മാവ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കിയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയായ CV വർഗീസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗം ചൂടുപിടിച്ചു. അതേപോലെ മൂന്ന് സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂടുപിടിച്ചൊരു ഘട്ടത്തിലാണ്. എങ്ങനെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇലക്ഷൻ്റെ മുന്നോട്ടുള്ള പോക്ക്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ജോയ്സ് ജോർജിൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധമായ തയ്യാറെടുപ്പും വളരെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ജോയ്സ് ജോർജ് 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം MP എന്ന രൂപത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ടായി. 2019 മുതൽ 24 വരെയും ഉള്ള കാലഘട്ടം എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് വിശകലനം നടത്താനും വിലയിരുത്താനും ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട വേദിയായി മാറിയിട്ടുണ്ട്. കാരണം 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ MP പ്രവർത്തിച്ച DN കുര്യാക്കോസ് അദ്ദേഹത്തിന് കിട്ടിയ 17 കോടി രൂപ 7 കോടി രൂപ അദ്ദേഹത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ആ പണം ചെലവഴിക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 3 കോടി രൂപ ചെലവഴിച്ചു. ആ ചെലവഴിച്ചത് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കെല്ലാം MP-മാരുടെയും MLA-മാരുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തി വണ്ടിയുണ്ട്. അതിനനുസൃതമായിട്ടുള്ള ഓരോ വണ്ടി കൂടെ വാങ്ങിക്കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി 3 കോടി രൂപ ചെലവഴിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V ജോയിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിവാഹ ക്ഷണക്കത്ത്. ചിറയൻകീഴ് മുടപുരം സ്വദേശി അൻവർ ഷായുടെ വിവാഹ ക്ഷണക്കത്തിലാണ് വോട്ട് അഭ്യർത്ഥന കൂടി ഉൾപ്പെടുത്തിയത്. ഏപ്രിൽ 17-ാം തീയതിയാണ് കല്യാണം. കല്യാണത്തിന് വരണം. കല്ലമ്പലം KTCT വെച്ചിട്ടാണ്. അണ്ണാ നമസ്കാരം. കല്യാണം പറഞ്ഞ ഒന്നേണ്. ഏപ്രിൽ 17-ാം തീയതി കല്യാണമാണ്. കല്ലമ്പലം KTCT വെച്ചിട്ടാണ് കല്യാണം. തലേദിവസം വീട്ടിലൊക്കെ വരണം. കല്യാണത്തിന് എല്ലാവരും വരണം. അറിയാമല്ല, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലാണ് കല്യാണം. തെരഞ്ഞെടുപ്പിന് വോട്ടും ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥി ജോയണ്ണനാണ്. അണ്ണനൊരു വോട്ട് കൊടുക്കണം, എല്ലാവരും വോട്ട് ചെയ്യണം. അതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കത്ത് നോക്ക്, കല്യാണത്തിന് വരണം, വോട്ടും ചെയ്യണം. CPI തിരുവനന്തപുരം ചിറയൻകീഴ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അൻവർ ഷാ. ഏപ്രിൽ 17-നാണ് അൻവർ ഷായുടെ വിവാഹം. തെരഞ്ഞെടുപ്പും വിവാഹവും അടുത്തടുത്തെത്തിയതോടെ 2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഒരേ സമയം നിർവഹിക്കേണ്ടതായി വന്നു. മേഖലയിലെ സജീവ പൊതുപ്രവർത്തകൻ കൂടിയാണ് അൻവർ ഷാ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V ജോയിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അൻവർ ഷായുടെ വിവാഹ ക്ഷണക്കത്ത്. കല്യാണത്തിന് ആദ്യം വരണം. ഏപ്രിൽ 17-ാം തീയതി കല്യാണം. കല്ലമ്പലം KTCT വെച്ചാണ് കല്യാണം. കല്യാണത്തിന് പൂർണ്ണമായി ഉണ്ടാവണം. ഒപ്പം ഒരു വോട്ട് ജോയണ്ണന്. ഇത്തവണ കല്യാണവും തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്യാണ ലെറ്ററിൽ കൂടി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയത്. എന്തായാലും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തിരക്കുകൾ മനസ്സിലാക്കി കല്യാണവും തെരഞ്ഞെടുപ്പിൻ്റെയും പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 4 തവണ വന്നിട്ടുള്ളത് ഇത്തവണ 1 തവണ വന്നാലും
വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിനും പങ്കെടുക്കും, തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചതുമായി എന്നതാണ് കല്യാണക്കുറി കൊണ്ട് ഉദ്ദേശിച്ചത്. 17-ാം തീയതി കല്യാണം, 26-ാം തീയതി ഇലക്ഷൻ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വോട്ട് ചെയ്യണം. വോട്ട് അഭ്യർത്ഥിക്കുവാൻ വാർഡിലെ ഓരോ വീടുകളിലും 2-3 തവണ അൻവർ ഷാ എത്താറുണ്ട്. വോട്ടഭ്യർത്ഥനയ്ക്കൊപ്പം വിവാഹം കൂടി ക്ഷണിച്ചാലോ എന്നുള്ള ചിന്തയാണ് വിവാഹ ക്ഷണക്കത്തിൽ വോട്ടഭ്യർത്ഥന കൂടി ഉൾപ്പെടുത്താൻ കാരണമായത്. കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗവും AISF ജില്ലാ സെക്രട്ടറിയുമാണ് അൻവർ ഷാ. ന്യൂസ് 18 ആറ്റിങ്ങൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5315 രൂപ, പവന് 42,520 രൂപ. വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോഗ്രാമിന് 81,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ചെയ്യേണ്ടതുണ്ട്. ഏതായാലും